പുത്തൂക്കാവ് ദേവീക്ഷേത്രം, തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ചാലക്കുടി ദേശീയപാതയ്ക്കു സമീപം കൊടകര ഗ്രാമപഞ്ചായത്തിലാണ് പുത്തൂക്കാവ് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൊടകര പുത്തൂക്കാവ് ഗ്രാമത്തിൻ്റെ മധ്യത്തിലായി 3 വശവും വിശാലമായ പാടശേഖരങ്ങളാൽ ചുറ്റപ്പെട്ട മേലേക്കാവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം. അമ്മേ ശരണം, ദേവി ശരണം, ഭദ്രശരണം. ഇത് പുത്തൂക്കാവ് ദേവീക്ഷേത്രമാണ്. തട്ടകത്തെ ഏറ്റവും വലിയ ദേവീക്ഷേത്രമാണ്. തട്ടകം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരപരിധിയും കരകളും ദേശങ്ങളും അടങ്ങുന്നതാണ്. ഓടശ്ശേരി കർത്താക്കളാണ് ഈ ദേശത്തിൻ്റെ നാഥൻ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം പണിതത്. അഴകത്തുമനക്കാരാണ് ഇവിടുത്തെ തന്ത്രം പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നത്. എൻ്റെ പേര് രാജേഷ്. ഈ ക്ഷേത്രത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. നമ്മുടെ പുത്തൂക്കാവ് ദേവീക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തട്ടകത്തെ ക്ഷേത്രമായിട്ടാണ് ഇത് വരുന്നത്. കൊടകര പഞ്ചായത്തിൽ പേരാമ്പ്രയ്ക്ക് അടുത്ത്, പേരാമ്പ്രയിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ്, ഹൈവേയിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന വിശേഷങ്ങളെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വരുന്നത് മകരം 10 നടക്കുന്ന താലപ്പൊലിക്ക് മുന്നായിട്ട് 1 മാസം മുമ്പ് തന്നെ കൊടിയേറ്റം നടക്കും. ആ 1 മാസത്തെ കാലഘട്ടങ്ങളിൽ മുഴുവനും ഈ ദേശത്തിലെ മുഴുവൻ തട്ടകത്തെ വീടുകളിലും പറ പോകുന്നുണ്ടായിരിക്കും. ആ പറ വന്ന് തിരിച്ച് ക്ഷേത്രത്തിലെത്തിയതിന് ശേഷം മാത്രമാണ് അതേ ദിവസം ഇവിടെ നട അടയ്ക്കുകയുള്ളൂ. ദേവി കോപിച്ചാൽ വസൂരിയും പ്രസാദിച്ചാൽ സർവൈശ്വര്യവും കൈവരുമെന്നതാണ് തട്ടകത്തിലെ വിശ്വാസം. ചിരപുരാതന കാലത്ത് കൊടുങ്ങല്ലൂർ ഭഗവതി തൻ്റെ ഭക്തനായ കോടശ്ശേരി കർത്താവിൻ്റെ കൂടെ ഇപ്പോഴത്തെ ക്ഷേത്രത്തിൻ്റെ സമീപമുള്ള മേലേക്കാവിൽ വന്നിരുന്നു എന്നതാണ് ഐതിഹ്യം. നമ്മളെന്ത് കാര്യങ്ങൾ വിചാരിച്ചാലും അമ്മ നമുക്ക് സാധിച്ചു തരും. അത്രയും ശക്തിയുള്ള അമ്മയാണ് നമ്മളെ പുത്തൂക്കാവിലെ അമ്മ. അമ്മേനെ നമ്മൾ എന്തിനു വിചാരിച്ചാലും അമ്മ നമ്മളെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി അമ്മ തരും. അത് ഒട്ടും സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാനും ഇവിടെ വന്ന് എന്നെയിൽ പറ്റിയ സേവനം ഞാൻ ചെയ്ത് ഇത്രയും വർഷങ്ങൾക്ക് ഞാൻ ഇവിടെ വന്നു പോകുന്നുണ്ട്. എനിക്കൊരാപത്തും ഒന്നും അമ്മ ഇന്ന വരെ വരുത്തിയില്ല. അതുകൊണ്ട് എനിക്ക് നല്ല അനുഭവം എന്ന് വെച്ചാൽ നല്ല അനുഭവമാണ്. കോടശ്ശേരി കർത്താവ് കൊടുങ്ങല്ലൂർ ഭഗവതിയെ ദർശിച്ചതിനു ശേഷം വരുന്ന വഴി യാത്രാക്ഷീണം കൊണ്ട് പുത്തൂക്കാവിലെത്തിയപ്പോൾ തൻ്റെ കുട ഇപ്പോഴുള്ള ശ്രീമൂലസ്ഥാനത്ത് വച്ചിട്ട്
കുളിക്കാൻ പോയെന്നും കുളി കഴിഞ്ഞ് തൻ്റെ കുടയെടുക്കാൻ ശ്രമിച്ചപ്പോൾ സാധിക്കാതെ വരികയും അങ്ങനെയാണ് ദേവി മേലേക്കാവിൽ കുടികൊണ്ടതെന്നും ഐതിഹ്യം. എൻ്റെ പേര് പ്രിമലാണ്. ഇത് വൈഫ് രേഷ്മ. നമ്മളിവിടെ കുറേ നാളായിട്ട് വരുന്ന ഭക്തരാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. ഒരു 10 മിനിറ്റ് കണ്ണടച്ച് നിന്ന് വെറുതെ നിന്നാൽ മതി, നമ്മുടെ മൈൻഡ് അത്രയും റിലാക്സ് ആവും. വന്ന് തൊഴുത് പോയിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം കാര്യങ്ങൾ തോന്നുകയാണെങ്കിൽ ഒന്ന് വന്ന് കണ്ടു പോയാൽ മതി. ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ വൈകിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിറദൈവത്തോടു കൂടി കാണുന്നത് തന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നീട് മേലേക്കാവ് മതിൽ കെട്ടി സംരക്ഷിക്കുകയും ദേവിയെ ഇപ്പോഴുള്ള പുത്തൂക്കാവ് ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു. മേലേക്കാവിൽ കുടിയിരുന്ന ദേവിയെ പുത്തൂക്കാവ് ക്ഷേത്രം പണിത് പുനഃപ്രതിഷ്ഠ നടത്തുകയാണ് ചെയ്തത്. ക്ഷേത്രത്തിൽ വിഗ്രഹത്തിന് പകരം വാൽ കണ്ണാടിയിലാണ് പ്രതിഷ്ഠ. മേലേക്കാവിൽ ഖണ്ഡാകർണൻ പ്രതിഷ്ഠയുമുണ്ട്. ഇത് വീരഭദ്രൻ ആണെന്ന് പറയപ്പെടുന്നു. എൻ്റെ പേര് രാധാകൃഷ്ണൻ. കൊടകര പുത്തുക്കാവ് ക്ഷേത്രത്തിലെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. കുറേ വർഷങ്ങളായിട്ട് ഇവിടെ സേവനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു. അത് വളരെ പുണ്യമായിട്ട് ഞാൻ കരുതുന്നു. കൊച്ചി രാജാവ് ക്ഷേത്രത്തിലേക്ക് 5 ഏക്കർ 13 സെൻറ് സ്ഥലം കരം ഒഴിവാക്കി ദാനം ചെയ്തതായി ചരിത്ര രേഖയുണ്ട്. ക്ഷേത്രത്തിലേക്ക് വെളിച്ചപ്പാടിനെ നിയോഗിച്ചതും രാജാവാണത്രേ. 1973 മുതൽ ക്ഷേത്രം കൊടകര പഞ്ചായത്തിലെ മരത്താമ്പള്ളിക്കര, കാരൂർ, മനക്കുളങ്ങരക്കാവിൽ, അഴകം, വെല്ലപ്പാടി എന്നീ വിവിധ ദേശക്കാരുടെ പ്രതിനിധികളാണ് ക്ഷേത്രഭരണം നടത്തിവരുന്നത്. കോടശ്ശേരി കർത്താവ് കൊടുങ്ങല്ലൂർ അമ്മയുടെ ഭക്തനായിരുന്നു. അദ്ദേഹത്തിന് വയസ്സായി. ഇപ്പോൾ കൊടുങ്ങല്ലൂർക്ക് പോകാൻ പറ്റാത്തൊരവസരം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓലക്കുടയിലൂടെ പ്രസാദ രൂപമായിട്ട് ദേവി ഇവിടെ വന്ന് കുടികൊണ്ടുവന്നാണ് ഐതിഹ്യം. അപ്പോൾ ഇവിടെ പാരമ്പര്യമായിട്ട് വെളിച്ചപ്പാടുകളുണ്ട്, മൂലസ്ഥാനമുണ്ട്. മൂലസ്ഥാനത്തായിരുന്നു പണ്ട്. അതിന് ശേഷമാണ് ഇവിടെ ക്ഷേത്രമൊക്കെ വന്നത്. അതിൻ്റെ തന്ത്രം കാര്യങ്ങളൊക്കെ അകത്തുമനക്കാരാണ് ചെയ്യുന്നത്. താലപ്പൊലിയോടനുബന്ധിച്ച് വിവിധ ദേശക്കാരുടെ താലം വരവ്, വിവിധ സമുദായക്കാരുടെ കലാരൂപങ്ങൾ, കാളക്കളി, ദാരികൻ, മുടി, വട്ടമുടി, ആശാരി സമുദായത്തിൻ്റെ തട്ടുമക്കളി,
വേല സമുദായത്തിൻ്റെ കളമ്പാട്ട് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഇതാണ്. പല കലാരൂപങ്ങളും ഇന്ന് നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ ദേവതയായി കണക്കാക്കുന്ന പുത്തൂക്കാവിൽ ഭഗവതിയുടെ ഉത്സവത്തിന് കുടുംബി സമുദായക്കാരുടെ താലി എഴുന്നള്ളത്ത് ആണ് ആദ്യ പരിപാടി. കൊടകര തട്ടാൻ സമുദായക്കാരുടെ താലിവരവ്, മരുത്തോമ്പള്ളി പുലയ സമുദായക്കാരുടെ താലിവരവും മുടിയാട്ടവും കാളകളിയും ആശാരിമാരുടെ തട്ടിന്മേൽ കളി, സാംബവ സമുദായക്കാരുടെ കാളിദാരികൻ നൃത്തവും പറയൻ തുള്ളലും ഉത്സവത്തിൻ്റെ പ്രത്യേകതകളാണ്. ക്ഷേത്രത്തിൽ കൊല്ലം തോറും കർക്കിടകത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മഹാഗണപതി ഹോമവും ആനയൂട്ടും നടത്തിവരുന്നു. എല്ലാ മാസവും ഭരണി നാളിൽ ഭരണിയൂട്ട് നടത്തിവരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറയുന്നത് മകരമാസത്തിലെ 10-ാം തീയതി വരുന്ന ഭഗവതിയുടെ താലപ്പൊലിയാണ്. താലപ്പൊലിക്ക് ഒരു 30ഓളം പാരമ്പര്യക്കാരുടെ താലിവരവ് ഇവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പാരമ്പര്യ കലാരൂപങ്ങളിലൂടെ വളരെ ഭംഗിയായിട്ട് നടന്നു വരുന്നു. 1000 വർഷത്തിന് അധികം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് നമ്മുടെ. അതുപോലെ തന്നെ അടുത്തൊരു വിശിഷ്ട ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠാദിനാണ്. പ്രതിഷ്ഠാദിനം നമുക്ക് മിഥുന മാസത്തിലെ ഉത്രം നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാദിനം വരുന്നത്. അതുപോലെ ഏപ്രിൽ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ഇവിടെ പൊങ്കാല മഹോത്സവം അത് അതിഗംഭീരമായിട്ടാണ് ഇവിടെ നടത്തി വരാറുള്ളത്. മധ്യ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പൊങ്കാല മഹോത്സവമായിട്ടാണ് ഇവിടെ നടത്തി വരുന്നത്. മേലേക്കാവിൽ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞു. എല്ലാം നല്ല ഭംഗിയിൽ കഴിഞ്ഞു. ഇനി പൊങ്കാലയും നമ്മൾക്ക് ഭംഗിയാക്കി നടത്തിപ്പോണം. അതിനെല്ലാ ഭക്തജനങ്ങളും നല്ലോണം അനുഗ്രഹത്തോടു കൂടി വന്ന് പൊങ്കാലിട്ട് അമ്മേനെ അനുഗ്രഹിച്ചു പോയാൽ അതിന് നമ്മൾക്ക് നല്ല ശക്തി തന്നിരിക്കും. വീടിനും നമ്മളെ ആരോഗ്യത്തിനും മക്കൾക്കും എല്ലാവർക്കും വേണ്ടി അമ്മ നമ്മളെ കാത്തു രക്ഷിക്കുന്ന ഒരമ്മയാണെന്ന് ചുരുക്കം പറയാം. വിഷമമുണ്ടെങ്കിലും ഞങ്ങൾ ഇവിടേക്കേ വരിക. ഇവിടെ വന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സമാധാനം. അത്രയും ഒരു ചൈതന്യമുള്ളൊരു അമ്മയാണ്. നമുക്ക് അത്രയും വിശ്വാസമുണ്ട് കുടുംബത്തിൽ. ഒരു എന്താ നെയ് വിളക്കോ അല്ലെങ്കിൽ ഒരു ഗുരുതി പുഷ്പാഞ്ജലിയോ ഒന്നും വേണ്ട, നന്നായി വന്ന് നിന്ന് ഒന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത്ര ഒരു
അത്രയൊരു പറയാൻ പറ്റണില്ല. അത്രയും സന്തോഷവും ഒരു ഭയങ്കര വിശ്വാസമാണ്. എന്ത് വന്ന് പ്രാർത്ഥിച്ചാലും ഒരു നടത്തി തരുന്നുള്ളൊരു വിശ്വാസം. ഇവിടെ ഒരുപാട് ഭക്തജനങ്ങൾ വഴിപാടുകൾ നേരുകയും അവർക്ക് അതിൻ്റെ ഫലം ലഭിക്കുകയും ചെയ്യാറുണ്ട്. കുട്ടികളില്ലാത്ത അവർക്ക് മേലേക്കാവിൽ കലശം ചെയ്തപ്പോൾ അവർക്ക് അതിൻ്റെ ഫലം ലഭിക്കാറുണ്ട്. മണ്ഡലം 40-നാണ് ഇവിടുത്തെ കൊടിയേറ്റം. ഒരു മാസക്കാലം ദേശപ്പറയാണ്. അത് ഇവിടുത്തെ പറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ദിവസവും പോയി ദിവസവും രാത്രി ഇവിടെ എത്തണം. അതായത് ഇവിടുത്തെ പള്ളിവാളിന് നിത്യം പൂജയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഡെയിലി പോയിട്ട് എത്ര ദൂര സ്ഥലങ്ങളായി പോയാലും വൈകിട്ട് ഇവിടെ വന്നിട്ടേ നടയടയ്ക്കൂ. അങ്ങനെ ഒരു പ്രത്യേകത ഈ ക്ഷേത്രത്തിനുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനാണ് ഈ കൊടിയേറ്റത്തിൻ്റെ അടയ്ക്കാരം മുറുക്കിൽ കൊടി മരം ചെത്തി ശരിയാക്കൽ അതിൻ്റെ ഒരാൾ പാരമ്പര്യമായിട്ട് എൻ്റെ അച്ഛനായിരുന്നു. അത് ഞാൻ ഇപ്പോൾ തുടർന്ന് പോരുന്നു. മകരം 10-ന് രാവിലെ തന്നെ ഇവിടുത്തെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഏറ്റവും ഫസ്റ്റ് സമുദായം വരുന്നത് പാട്ടാളി സമുദായത്തിൻ്റെ പട്ടമുടിയാണ് ഇവിടെ വന്ന് തുടങ്ങുന്നത്. അതിക്ക് തൊട്ട് മുന്നായിട്ട് വേറെ സമുദായത്തെ വിളക്ക് കൊളുത്തുന്ന ഒരു ചടങ്ങാണ് ഫസ്റ്റ് തുടങ്ങുന്നത്. പിന്നെ ക്ഷേത്ര ചടങ്ങുകൾ പാരമ്പര്യ കലാരൂപങ്ങൾ നടന്നുകൊണ്ട് വരുന്നു. പിന്നെ 5 ആനയ്ക്കുള്ള പൂരം, കുടമാറ്റം, പിന്നെ ക്ഷേത്ര ചടങ്ങുകൾ പതിപോലെ നടക്കും. ഉച്ചയ്ക്ക് പൂരമുണ്ട്, വൈകിട്ട് കലാപരിപാടികൾ, പിന്നെ രാത്രി പൂരം. പിന്നെ വെളുപ്പിന് 11-ാം തീയതി വെളുപ്പിനാണ്. അതേ മകരം 11 വെളുപ്പിനാണ്. പക്ഷേ എല്ലാ സമുദായത്തിൻ്റെയും കലകൾ ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് കടന്ന് ഇവിടെ ഒരു വിസ്മയം തന്നെയാണ് 11-ാം തീയതി കാലത്ത് ഉള്ളത്. ഇവിടുത്തെ കമ്മിറ്റിക്കാരായാലും എല്ലാവരും ഈ ഇത്തരം കലകളോടും സമുദായക്കാരോടും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഈ പുത്തുക്കാവിലമ്മേരെ താലപ്പൊലി അതിഗംഭീരമായിട്ടാണ് ഓരോ വർഷം കഴിയുന്തോറും കൊണ്ടുവരുന്നത്. പുത്തുക്കാവിലേക്ക് തൃശ്ശൂർ ഭാഗത്തു നിന്നും വരികയാണെങ്കിൽ കൊടകര റെയിൽവേ സ്റ്റേഷനുണ്ട്. എറണാകുളം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ബസ് മാർഗം സഞ്ചരിച്ചാൽ കൊടകരയിലിറങ്ങി ക്ഷേത്രത്തിലേക്ക് പോകാം. എൻ്റെ അച്ഛനായിരുന്നു ഇവിടുത്തെ പാരമ്പര്യ ക്ഷേത്രപ്പണികൾ എല്ലാം ചെയ്തിരുന്നത്.
അച്ഛൻ്റെ കാലശേഷം ഞാനും ആ രീതിയിൽ ആ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്.